പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത്രയും ബുദ്ധിമുട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്യാൻ എളുപ്പമാണ്, പിന്നെ മെറ്റീരിയൽസ് കിട്ടാൻ എല്ലാം എളുപ്പമാണ്. മറ്റേത് നമ്മൾ ഇൻസേർച്ച് പോയിക്കൊണ്ടേയിരിക്കണം, എന്നാലേ ഉള്ളൂ അതിനൊരു എഫക്റ്റ് കിട്ടുള്ളൂ. ടാലന്റിനെ പിക്ക് ചെയ്യുന്നതും വളരെ രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ആരും പ്രതീക്ഷിച്ചില്ല ഫുട്ബോളറായിട്ടുള്ള IM വിജയൻ വന്ന് പെർഫോം ചെയ്യും, അല്ലെങ്കിൽ ഒറ്റാലില് ഏതോ ഒരു റാൻഡം ആയിട്ടുള്ളൊരു വയസ്സായിട്ടുള്ള ഒരാൾ അയാൾ നിന്നങ്ങ് അഭിനയിക്കുകയാണ്. ഇപ്പം ഇവിടേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സൗകര്യങ്ങൾ കൂടുതലാണ്. ഗോകുൽദാസ് ആണ് ആദ്യ സിനിമയിൽ തന്നെ കഴിവ് തെളിയിച്ച ആളാണ്, സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. ഗോകുൽദാസിൻ്റെ ഒരു എളുപ്പവും ഗോകുൽദാസിൻ്റെ ഒരു സുഖവും എന്തായിരുന്നു ഗോകുൽദാസിനോട് വർക്ക് ചെയ്യുന്നത്? ഗോകുൽ അവനൊരു ഭയങ്കര ഇന്നസെൻസ് ഉണ്ട്. ഗോകുൽ അവന് നോർമൽ ലൈഫിൽ തന്നെ അവനൊരു എല്ലാം പുതിയതായിട്ട് കാണുന്ന ഒരു അതിശയം എൻ്റെ മനത്ത് എപ്പോഴും കാണാം. ഒന്നും അറിയില്ല, എനിക്ക് അറിയണം എന്നുള്ളത്. അത് ഞാൻ അതിലും കണ്ടു. ആ സിനിമ കണ്ടപ്പോഴും എനിക്കത് തോന്നി. അവൻ്റെ ഒരു പെയിൻ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഇതിലും അത് തന്നെയാണ് തോന്നി. അവൻ ഈ ക്യാരക്ടർ പറഞ്ഞു കൊടുത്തപ്പം ഭയങ്കര റൊമാൻറ്റിക്. കാരണം ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവൻ പ്രണയിക്കുന്ന പൂർണ്ണ മനസ്സോടെ അവന് ഇവളെയും കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയുടെ എല്ലാ ജസ്റ്റേഴ്സ് അവനുണ്ട്. അപ്പോൾ ഇതിൽ പാട്ടെടുക്കുമ്പോൾ ശാന്തമി രാത്രിയിൽ ജാസിയുടെ കുറച്ച് നല്ല മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ അതിനകത്ത് മാർഗഴിയും തുടങ്ങുന്നൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ അകത്ത് ഇവൻ്റെ മൊമെൻറ്റ്സൊക്കെ മിക്കവാറും എനിക്ക് പലപ്പോഴും പ്രേം നസീറിനെ ഓർമ്മ വന്നു ആ കാലഘട്ടത്തിൽ. കാരണം അവനറിയില്ല ആ കാലഘട്ടത്തിലെ പ്രണയം എന്താണെന്നുള്ളത്. പക്ഷേ ഒരുപക്ഷെ പാട്ടുകളെ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും അവൻ ഇമിറ്റേറ്റ് ചെയ്യില്ല. പക്ഷെ അവനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഭയങ്കര രസകരമായ ജസ്റ്റേഴ്സാണ്. ഒരു റൊമാൻറ്റിക് ഫീല് കിട്ടുന്നുണ്ട്. അത് ഭാഗ്യവശാൽ വന്ന് ഭവിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു എന്തോ എങ്ങനെയോ നമ്മളത് ഇവനായിരിക്കും കറക്റ്റ് എന്നുള്ളൊരു തോന്നൽ ശരിയായി വരും. എത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയ ഡയറക്ടറാണ്, സ്റ്റിൽ അവിടെ നിന്ന് സാറ് റിസ്ക് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. റൈറ്റ് ഫ്രം കളിയാട്ടം അവിടെ റിസ്ക് എടുക്കലുണ്ട്, ഫോർ ദ പീപ്പിളിൽ റിസ്ക് എടുക്കലുണ്ട്. ഈവൻ ജോണി വാക്കർ എടുത്താൽ പോലും അത് വളരെ അൺകൺവെൻഷണൽ ആയ ഒരു സിനിമ. ഇന്നും നമുക്കൊരു വൈബ് പടം എന്നൊക്കെ പറയുന്നത് അതാണ്. ഒരാളൊറ്റയ്ക്ക് അങ്ങ് ചില്ല് ചെയ്ത് ജീവിക്കുകയാണ്, വണ്ടി ഓടിച്ച് ജോണി വാക്കർ അടിച്ച് അങ്ങനെ. അപ്പോൾ ഈ റിസ്ക് എടുക്കലുണ്ടല്ലോ കൺവെൻഷൻ, ഇത് എപ്പോഴും വിജയമായിട്ട് ഭവിച്ചോളണമെന്നില്ല, ഇതെപ്പോഴും വലിയ സാമ്പത്തിക ലാഭം ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതൊരു കമ്പാനിയൻ എന്നുള്ള രീതിയിൽ ഈ അപ്സ് ആൻഡ് ഡൗൺസും കൂടെ നിന്ന് കാണുക, അതിനെങ്ങനെയാണ് എടുത്തിരുന്നത്? അതൊരു സിനിമ പോലെ തന്നെയാണ് ഇപ്പോൾ ജീവിതം. അപ്സ് ആൻഡ് ഡൗൺസ് വരുന്നതും ഈ കൊമേഴ്ഷ്യലും ആർട്ട് മൂവി എടുക്കുന്നതും അതുപോലെ തന്നെയാണ് ജീവിതവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വലിയ ഹൈഫൈ ആയിട്ട് ജീവിക്കും, ചിലപ്പോൾ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് ജീവിക്കും. അപ്പോൾ അത് തുടക്കകാലങ്ങളിലൊക്കെ ഒരു പ്രശ്നമായിരുന്നു, വെച്ചാൽ എങ്ങനെയാണ് സിനിമാ ജീവിതം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ യൂസ്ഡാണ്. കാരണം സിനിമ പോലെ തന്നെ എപ്പോഴെങ്കിലും ഒന്ന് ഭയങ്കര ഹിറ്റായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു സ്ലോ പേസിലായിരിക്കും. പക്ഷേ ഈ സ്ലോ പേസ് വരുമ്പോഴും അല്ലെങ്കിൽ ഒരു ഡൗൺഫോൾ വരുമ്പോഴും അതിൽ നിന്നൊരു കംബാക്ക് ഉണ്ട്. എപ്പോഴും നമ്മൾ വീണ് കിടക്കാൻ ഉള്ളവരല്ല, നമ്മളെപ്പോഴെങ്കിലും അതിൽ നിന്ന് ഉയർത്തെണീക്കും. അപ്പോൾ ഒരു സിനിമ ആണെങ്കിലും എന്താണെങ്കിലും ഒരു ഫ്ലോപ്പ് വന്നാൽ അതിൽ നിന്നൊരു കംബാക്ക് ഉണ്ടാവും എന്തായാലും. അല്ലെങ്കിൽ എപ്പോഴും ഒരു ടോപ്പ് ലെവലിൽ നിൽക്കാൻ ഒരാൾക്ക് പറ്റിയെന്നില്ല. അപ്പോൾ അതേ ഒരു ലൈഫ് സ്റ്റൈലാണ്, മീൻസ് ജീവിതത്തിൽ അതേ ഒരു പോളിസിയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ജയസാറിൻ്റെ ഫിലിമോഗ്രഫി രണ്ടായിട്ട് തിരിക്കാനായിട്ട് പറ്റും. ഒന്ന് അക്കാഡമിക്കായിട്ട് നമുക്ക് നവരസ സീരീസ് ഉണ്ട്, ഒറ്റാളുണ്ട്, അങ്ങനെ ഒരുപാട് പകരനാട്ടം ഉൾപ്പെടെയുള്ള സിനിമകളുണ്ട്. അപ്പുറത്ത് ഫോർ ദ പീപ്പിളുണ്ട്, തിളക്കമുണ്ട്, ജോണി വാക്കറുണ്ട്, തകർപ്പൻ സിനിമകൾ അപ്പുറത്തുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടം കൊമേഴ്ഷ്യലായ ജയരാജനെ കാണാനാണ്. സാറ് നമ്മളോടൊക്കെ കാണിക്കുന്ന വലിയ ചതിയാണ് അപ്പുറത്തെ സൈഡിലെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ തീർച്ചയായിട്ടും. മാമിന് പേഴ്സണലി ഇതിലേത് ജയരാജനെ ഇഷ്ടം? സത്യം പറഞ്ഞാൽ രണ്ടും ഇഷ്ടമാണ്. കാരണം നമ്മളൊരു പബ്ലിക്കിന് വേണ്ടിയാണ് നമ്മൾ ഈ കൊമേഴ്ഷ്യൽ മൂവീസ് ചെയ്യുന്നത്. അതായത് സാറിൻ്റെ ഇതിലാണ് ഞാൻ പറയുന്നത്, പബ്ലിക്കിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വൻ ജനാവലിക്ക് വേണ്ടിയിട്ടാണ് ഈ കൊമേഴ്ഷ്യൽ മൂവീസ് ചെയ്യുന്നത്. പക്ഷേ മറ്റേത്, അതായത് ആർട്ട് മൂവീസ് എന്ന് പറയുന്നത് ജയരാജൻ്റെ തന്നെ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് മൂവീസാണ്. അതായത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചുള്ള മൂവീസ് മേക്ക് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പടമാണ്. നമുക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ആംഗിൾ നോക്കുകയാണെങ്കിൽ രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ ഒരു ആത്മാവായിട്ടുള്ളൊരു സന്തോഷം വേണം. മറ്റേത് നമുക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ഫിലിം മേക്കർ കൂടുതൽ ഒരു
പബ്ലിസൈസ് ആവുന്നത് ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്രിസിയേഷനിങ് കൊണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് പടങ്ങൾ ഹിറ്റാവുന്നു, ആ ഹിറ്റ് എന്നുള്ളത് നിലനിൽക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന ഒരു പടം തന്നെ എക്സാമ്പിളാണ്. എത്രയോ വർഷം മുമ്പ് ചെയ്ത പടമാണ്, പക്ഷെ ഇപ്പോഴും ഇപ്പോഴത്തെ ന്യൂജൻ എന്ന് പറയുന്ന പിള്ളേർ പോലും അറിയുന്ന ഒരു പടമാണ്. അതിനപ്പുറം ന്യൂജൻ പോയതായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെ ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരുപാട് കാലമായിട്ട് ഓരോരോ പടങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് 2004 സിനിമ, അതിനുശേഷം ഈ ന്യൂജൻ വേവ് ആക്ച്വലി സ്റ്റാർട്ട് ആവുന്നത് 2014 ആയിരുന്നു. പ്രോപ്പർ ആ 10 വർഷം അത് വേക്കൻറ്റാ, ആ സ്പേസ് വേക്കൻറ്റാ. ഞാൻ അത് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ മുൻകൂട്ടി കാണുന്നുണ്ട് എന്നുള്ളൊരു, ഇപ്പം എനിക്കൊന്ന് മില്ലേനിയം സ്റ്റാർസ് അതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് CD അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഒന്നും നമുക്കില്ല. അതും കഴിഞ്ഞ ഒരു 5-6 വർഷം കഴിഞ്ഞിട്ടാണ് ഈ CD എന്നുള്ളൊരു ഇതൊക്കെ വരുന്നത്. അപ്പോൾ അതൊരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ കുറച്ച് മുൻകൂറായി കാണുന്നുണ്ടോ ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആവുന്നുണ്ട്. കാരണം ആ സമയത്ത് ആ പടങ്ങൾ അത്ര ഹിറ്റ് ആവുന്നില്ല, പക്ഷെ അതൊരു 10-12 വർഷം കഴിയുമ്പോഴാണ് ആൾക്കാർ അത് അത്രയും ഇമ്പാക്ട്ഫുൾ ആയിരുന്നു ആ സിനിമകൾ എന്നുള്ളത് റിയലൈസ് ചെയ്യുന്നപ്പോഴാണ്. പിന്നെ ഇപ്പോഴും പറയുന്ന പോലെ ഫോർ ദ പീപ്പിൾ, അതിൻ്റെ ലജ്ജാവതിയെ എല്ലാം ഇപ്പോഴും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. എപ്പോൾ വരും ആ കൊമേഴ്ഷ്യൽ പടങ്ങൾ? ഇതും തീർച്ചയായിട്ടും കൊമേഴ്ഷ്യൽ സിനിമയാണ് ശാന്തമി രാത്രിയിൽ. പിന്നെ കൊമേഴ്ഷ്യൽ ഇൻ ദ സെൻസ് നമ്മൾ ഞാൻ പറയുന്നത് ടെംപ്ലേറ്റ് സാർ, നോർമൽ. ഇത് നോർമൽ അല്ലെന്നാണ് പറയുന്നത്. നോർമലാണ് ഞാൻ പറയുന്നത്. പരീക്ഷണം ഇല്ലാത്ത, പരീക്ഷണങ്ങളേ ഇല്ല. അതായത് നിങ്ങൾ പറയുന്നത് സൂപ്പർ സ്റ്റാർ വേണം. സൂപ്പർ സ്റ്റാർ വേണമെന്നില്ല. അപ്പൊ ഫോർ ദ പീപ്പിളിൽ എവിടെയാ സൂപ്പർ സ്റ്റാർ? അല്ല, പിന്നെ അത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അത് മതി. ഒരു യൂണിക് തോട്ട് വേണം സാർ, ഫൈറ്റ് വേണം, ഡിഫറെന്റ് തോട്ട് എന്നല്ല ഉദ്ദേശിക്കുന്നത്. വിത്ത് ഓൾ കൊമേഴ്ഷ്യൽ എലമെന്റ്സ്. അതെ, അപ്പം ഇതൊരു ഡിഫറെൻറ്റ് തോട്ടാണ് ശാന്തമി രാത്രിയിൽ. അതിൻ്റെ ആ നമ്മൾ എവിടെയാണ് കോയിൻസൈഡ് ചെയ്യുന്നത്, അതായത് പ്രേക്ഷകൻ അതിൻ്റെ ഏതോ ഒരു എലമെൻ്റ് അവനെ സ്പർശിക്കുന്നു, അവിടെയാണിത് എക്സ്പ്ലോഡ് ചെയ്ത് ഹിറ്റാകുന്നത്. അത് നമ്മൾ അതുവരെ ഗസ് ചെയ്യാനേ പറ്റുള്ളൂ. ഇത് അവരിഷ്ടപ്പെടുമായിരിക്കും. ഏതെങ്കിലും ഒരു എലമെൻ്റ് ഉണ്ട്, അത് ഫോർ ദ പീപ്പിളാണുള്ളത്. സൂപ്പർ ഹിറ്റായിട്ടുള്ള പടങ്ങളിലൊക്കെ ഉണ്ട്, അതേപോലെ സൂപ്പർ ഫെയിലിയറായ പടങ്ങളിലും അങ്ങനെ ഒരു എലമെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പരീക്ഷണം തുടർന്നുകൊണ്ടേ ഇരിക്കാനേ പറ്റുള്ളൂ. കാരണം പരീക്ഷണം അത് ശരിക്കും അതൊരു എനർജിയാണ്. കാരണം പുതിയ ആക്ടേഴ്സ്, പുതിയ തീം, അല്ലെങ്കിൽ നമ്മൾ വെറുതെ കൺവെൻഷനലായിട്ട് നമ്മളൊരു സേഫ് സോണിൽ മാത്രം കളിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്താ, സർവൈവൽ മാത്രമല്ല, അപ്പോൾ വേറെ ഏത് ജോലി ചെയ്താലും ആ സർവൈവൽ കിട്ടും. പക്ഷേ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള അതിൻ്റെ ഒരുപാട് സെറ്റ് ബാക്ക് ഉണ്ട്. നമുക്ക് പേഴ്സണലി നമ്മളെ ബാധിക്കുന്നുണ്ട്. പലപ്പോഴും ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മളങ്ങ് സൂപ്പർ ഫ്ലോപ്പ് ഒക്കെ താങ്ങാനുള്ള മിക്കവാറും നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ അല്ലെ പ്രൊഡ്യൂസർ സപ്പോർട്ടേഴ്സിന് അവരോട് നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. അത് നമ്മളെയും ബാധിക്കും, നമ്മുടെ ലൈഫിൻ്റെ സ്റ്റൈലിനെയൊക്കെ ബാധിക്കും. ബട്ട് സ്റ്റിൽ വീണ്ടും നമ്മൾ ശ്രമിക്കുകയാണ് ഓരോന്നും. അപ്പോൾ എല്ലാം നമ്മളെ ഫിസിക്കലിയും മെൻ്റലിയും ഫിനാൻഷ്യലി അഫക്റ്റ് ചെയ്യുന്നുള്ള ഉറപ്പ് തന്നെയാണ്, നോ ഡൗട്ട്. പക്ഷേ അതിനൊക്കെ സബിതരൊക്കെ സപ്പോർട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഈ ഒരു ഡ്രൈവാണല്ലോ നമ്മൾ. സക്സസ് മാത്രമല്ല, ടോട്ടൽ എക്സ്പെരിമെൻ്റലാണ് ലൈഫ്.